everyone, this is SJ. ഇന്ന് നമുക്ക് കുറച്ച് എക്സ്പ്രഷൻസ് പഠിച്ചാലോ? ഹാർട്ട് എന്ന വേർഡ് ഉപയോഗിച്ചിട്ട്. യെസ്, ലെറ്റ്സ് ലേൺ സം വണ്ടർഫുൾ എക്സ്പ്രഷൻസ് വിത്ത് ഹാർട്ട്. ഫസ്റ്റ് വൺ, ടു ഹാവ് എ ഹാർട്ട്. ടു ഹാവ് എ ഹാർട്ട് മീൻസ് ടു ഷോ കൈൻഡ്നെസ്. ഒരാളോട് കൈൻഡ്നെസ് കാണിക്കുക, അല്ലെങ്കിൽ പിറ്റി കാണിക്കുക. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക? ടു ഹാവ് എ ഹാർട്ട് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ നോക്കിയാലോ? പ്ലീസ് ഹാവ് എ ഹാർട്ട് ആൻഡ് ഹെൽപ്പ് ദോസ് ഇൻ നീഡ്. പാവങ്ങളെ സഹായിക്കാൻ കരുണ കാണിക്കണം. ഇതാണ് ഹാവ് എ ഹാർട്ട് എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് വൺ, ഹാർട്ട് ടു ഹാർട്ട്. ഹാർട്ട് ടു ഹാർട്ട് എന്ന് പറഞ്ഞാൽ ടു ഹാവ് എ ഓണസ്റ്റ് കോൺവെർസേഷൻ എന്നാണ് അർത്ഥം. ഒരാളുമായിട്ട് ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു സംഭാഷണം നടത്തുന്നതിനാണ് നമ്മൾ എന്താ പറയുക? ഹാർട്ട് ടു ഹാർട്ട് എന്ന് പറയാം. ഹൃദയവും തമ്മിലൊരു കോൺവെർസേഷൻ. ഓക്കെ, നേരെ നമുക്കൊരു എക്സാമ്പിളിലേക്ക് വരാം. വി ഹാഡ് എ ഹാർട്ട് ടു ഹാർട്ട് about our future plans. We had a heart to heart about our future plan. ഓക്കെ, എൻ്റെ ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ച് ഞങ്ങൾ കൃത്യമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? സംസാരിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വേർഡ്, ക്രോസ് മൈ ഹാർട്ട്. ക്രോസ് മൈ ഹാർട്ട് മീൻസ് വാട്ട്? എ പ്രോമിസ് ഓഫ് ഓണസ്റ്റി. ഒരു പ്രോമിസ് ആണ് ക്രോസ് മൈ ഹാർട്ട് എന്ന് പറഞ്ഞാൽ, ഒരു ഉറപ്പ്. ഓക്കെ, എക്സാമ്പിൾ, ഐ പ്രോമിസ് ടു ഹെൽപ്പ് യു. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, ഐ പ്രോമിസ് ടു ഹെൽപ്പ് യു, നിന്നെ സഹായിക്കാന്നുള്ളത്. ക്രോസ് മൈ ഹാർട്ട്. Cross my heart. It's my promise. Okay. Next one. Heavy heart. Heavy heart. Heavy heart എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഫീലിംഗ് ഓഫ് സാഡ്നെസ്, ഡീപ്പ് സാഡ്നെസ്, ഭയങ്കര ദുഃഖം. ഓക്കെ, ദുഃഖഭാരവും പേറി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. ദുഃഖത്തിന്റെ ഭാരമാണ് ഇവിടെ ഹെവി ഹാർട്ട്. She left with a heavy heart after saying goodbye. Goodbye പറഞ്ഞതിന് ശേഷം അവൾ പോകുമ്പോൾ അവൾക്ക് ഭയങ്കര ദുഃഖമുണ്ടായിരുന്നു. She had a heavy heart എന്നാണ് അർത്ഥം. ഓക്കെ, നെക്സ്റ്റ്, ചേഞ്ച് ഓഫ് ഹാർട്ട്. ചേഞ്ച് ഓഫ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് ഒപ്പീനിയൻ ഓ ഫീലിംഗ്. നമ്മുടെ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒപ്പീനിയൻ ഒക്കെ ചിലപ്പോൾ മാറും അല്ലെ. പെട്ടെന്ന് ദേഷ്യത്തിൽ എന്തെങ്കിലുമൊക്കെ പറയും, പിന്നെ നമ്മുടെ ആ ഒരു ചേഞ്ച് ഓഫ് ഹാർട്ട് ഉണ്ടാവും നമുക്ക്. പിന്നെ നമ്മൾ സോറി ഒക്കെ പറയും, അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഓക്കെ, ഒരു എക്സാമ്പിൾ, ഷീ ഹാഡ് എ ചേഞ്ച് ഓഫ് ഹാർട്ട് ആൻഡ് അപ്പോളജൈസ്ഡ്. അവർക്ക് ഒരു മനംമാറ്റം ഉണ്ടായി, എന്നോട് ക്ഷമ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ്, ഇതുപോലെയുള്ള ഒരുപാട് എക്സ്പ്രഷൻസ് നമുക്ക് ഇനിയും പഠിക്കണം. സോ ഇത്തരത്തിലുള്ള എക്സ്പ്രഷൻസ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കേട്ടിരുന്നാൽ മാത്രം പോരാ, ഡെയിലി കോൺവെർസേഷൻസിൽ നമ്മളിത് സ്ഥിരമായിട്ട് എന്ത് ചെയ്യുക? യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ഇംഗ്ലീഷ് ഒന്നുകൂടെ എന്താവും? സഫസ്റ്റിക്കേറ്റഡ് ആവും, പരിഷ്കൃതമാവും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ഇനിയും കാണാം. താങ്ക്